ഹായ് ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നാടൻ മത്തിക്കറി ആയിട്ടോട്ടെ. എളുപ്പത്തിൽ എങ്ങനെ മത്തിക്കറി ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പുളിയൊക്കെ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, ചെറിയൊരു സവാള, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്, വേപ്പില, ചെറിയൊരു മല്ലിച്ചപ്പ്, ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുത്തി ചതച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവ വറുത്തെടുക്കാം കേട്ടോ. മീൻ കറിയിൽ ഉലുവ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ആദ്യം വറുത്തിട്ട് വേണം ഇടാൻ. എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ വറുക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണ ഉലുവയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കും. പിന്നെ അത് നന്നായി വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. കറിക്ക് ആവശ്യമുള്ള ഉപ്പല്ല, സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പായിട്ട് ഇട്ട് കൊടുക്കുക. അത് ഞാൻ സ്പൂണിനനുസരിച്ചല്ല, എൻ്റെ കൈക്ക് രാവുണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരും. പെട്ടെന്ന് കളറൊക്കെ മാറി അതിൻ്റെ പച്ചച്ചാവൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ടതിന് ശേഷം ആ ചെറിയുള്ളിൻ്റെ ആ പേസ്റ്റും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കും. മിക്സിയിലിട്ടിട്ട് ചതച്ച് എടുക്കുകയൊന്നും ചെയ്യില്ല, ആ കല്ലിലിട്ടിട്ട് ചതക്കുക. അപ്പോൾ വല്ലാതെ പീസാവില്ല, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചെറുതായി തന്നെ കൈപ്പുള്ളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പൊള്ളാറൊന്നുമില്ല, വെളിച്ചെണ്ണ കയ്യിലേക്ക് തെറിച്ച്. പിന്നെ ഞാൻ സ്റ്റൗവൊക്കെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ തീയിൽ കൂടിപ്പോയി കരിഞ്ഞു പോകും. പിന്നെ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. സാധാരണ വെള്ളം അങ്ങനെ ഒഴിക്കില്ല, പുളി നന്നായി ഞെരടിയതിന് ശേഷം അതിൻ്റെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ മിക്സ് വേണമെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലാവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ഉണ്ടാക്കുക. ഇവിടെ ഉമ്മാക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. തക്കാളിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കാറ്. പിന്നെ ഞാൻ മൂടി വെച്ച് കൊടുത്ത് അപ്പോഴത്തേക്കും 10 എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് പുഡിങ് ഇരിക്കണ കണ്ടപ്പോൾ അത് കിട്ടാൻ വേണ്ടി വാശി പിടിച്ച് കരഞ്ഞ്. അപ്പോൾ അതാണെങ്കിൽ കൊടുത്തപ്പോൾ കഴിക്കുകയും ചെയ്തില്ല. പിന്നെ ഞാൻ വായിൽ വെച്ച് കൊടുത്തപ്പോൾ ചീറി പൊളിക്കുക. ഒറ്റയ്ക്ക് കഴിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യില്ല. അതൊക്കെ നാശമാക്കി അവിടെ ഇവിടെയൊക്കെ കളഞ്ഞിട്ട്. പിന്നെ അപ്പോഴേക്കും എൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല ഈ കറി. അപ്പോൾ ഞാൻ കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മത്തി ഇട്ട് കൊടുത്തു. ചെറിയ മത്തി കേട്ടോ, അപ്പോൾ അതിൻ്റെ തലയ്ക്കാൻ കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ടെങ്കിൽ അതിൻ്റെ തല എടുക്കാറുണ്ട്. നല്ല ചെറിയ മത്തിയാണ്, കുഞ്ഞമത്തി എന്നൊക്കെ പറയും. പിന്നെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളി എന്നൊക്കെ പറയും ചിലർ, അതിനും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കളറിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി നല്ല കളറുണ്ടാവും. ഇപ്പോൾ കണ്ടൊരു യെല്ലോ കളറല്ലേ, അപ്പോൾ ആ മുളക് പൊടി അങ്ങനെ ഇടുമ്പോൾ ഒരു റെഡ് കളറിൽ നമുക്ക് കറി കിട്ടും. അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, സ്മെല്ലിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.